ഒന്ന്, എന്റെ നിയോജക മണ്ഡലത്തിലെ നസീർ 44 വയസ്സുള്ള മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ നസീറ എന്ന യുവതി മരണപ്പെട്ടു. ഈ സംഭവത്തിൽ ഞാൻ അവരുടെ ബോഡി ഞാൻ മേലെ ആശുപത്രിയിൽ പോയി ഞാൻ കണ്ടു, ബന്ധുക്കളുമായി സംസാരിച്ചു. ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മകൻ, മരുമകൻ ഉൾപ്പെടെ, മകൾ ഉൾപ്പെടെ എല്ലാവരുമായി സംസാരിച്ച് അവരൊക്കെ ആശ്വസിപ്പിച്ചാണ് ഞാനിപ്പം വന്നത്. താഴെ കാഷ്വാലിറ്റിയിൽ നിന്ന് അവരുടെ കേസ് ഷീറ്റ് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികളും അടിയന്തരമായി എടുക്കണമെന്ന് പ്രിൻസിപ്പലിനെ കണ്ട് അവിടുത്തെ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസറോടും സംസാരിച്ചാണ്. എന്ന് വെച്ചാൽ ഈ പുകയിൽ ശ്വാസം മുട്ടിയാണ് ഇവരുടെ മരണം എന്ന് ബന്ധുക്കളും പറയുന്നു. അങ്ങേക്ക് അതിന് വിശ്വസനീയമായ രീതിയിൽ വിവരങ്ങളും കിട്ടി? ഇവിടെ നേരിട്ട് അവർ പറഞ്ഞു. അവർ അവിടെ വെന്റിലേറ്ററിലായിരുന്നു. അവിടെ നിന്ന് ഈ പ്രശ്നം വന്ന സമയത്ത് എല്ലാവരും പുറത്തേക്ക് ഓടുന്നതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഇഷ്യൂസിലാണ് ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത്. അത് അവർ ഗുരുതരമായ കണ്ടീഷനിലായിരുന്നു അവരവിടെ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നത്. വെന്റിലേറ്ററിലായിരുന്നു. സ്വാഭാവികമായും ആ വെന്റിലേറ്ററിലുള്ള സാഹചര്യത്തിൽ അവിടെ നിന്ന് വെന്റിലേറ്റർ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പുറത്തേക്ക് ഓടുന്ന സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമായിരിക്കും. എന്താണ് ഈ പുക ഉയർന്നതിന് പിന്നാലെ അവിടെ സംഭവിച്ചതെന്നതിന്റെ ഒരു പൂർണ്ണമായ ചിത്രം ഇപ്പോഴും പുറത്തു വരുന്നില്ല സിദ്ദീഖ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഔദ്യോഗിക വിവരം, സ്ഥിരീകരണം ഈ മെഡിക്കൽ കോളേജ് അധികൃതർ പുറത്തുവിടാത്തത്? ഞാനിപ്പോ ജില്ലാ കളക്ടറെ ഞാനിപ്പം വിളിച്ചിരുന്നു. അദ്ദേഹം ഇപ്പൊ തിരിച്ചു വിളിച്ചു. ഞാൻ കളക്ടറോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മരണമടഞ്ഞവരുടെ വിവരങ്ങൾ നിങ്ങൾ പുറത്തുവിടണം എന്നുള്ളതാണ്. അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്തു, പുറത്തുവിടാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ആളുകൾ മരിച്ചു എന്ന് അങ്ങയോട് കലക്ടർ സ്ഥിരീകരിച്ചു, സമ്മതിച്ചു. ആളുകൾ മരിച്ചു എന്നുള്ള കാര്യം ഞാൻ ഈ നസീറയുടെ അനുഭവം വെച്ചുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത്. ഈ മരിച്ചവരുടെ ലിസ്റ്റ് നിങ്ങൾ ഔദ്യോഗികമായി പറയുന്നത് കൺഫ്യൂഷൻ ഒഴിവാകും. ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന പല ഫാമിലീസും പരിഭ്രാന്തിയിലും പ്രയാസത്തിലുമായിരിക്കും. ഒന്ന് അത് ചെയ്യണം. രണ്ടാമത്തത് അടിയന്തരമായി ബദൽ സംവിധാനം ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പൊ ബീച്ച് ആശുപത്രിയിലെ ക്രമീകരണത്തോടൊപ്പം തന്നെ മറ്റൊരു സംവിധാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ക്രമീകരിക്കാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതും അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ഡെവലപ്പ് ചെയ്യാനുള്ള നടപടി എടുക്കാം എന്നുള്ളതും കലക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പുക ഉയർന്നതിന് പിന്നാലെ അത്യാഹിത വിഭാഗത്തിൽ സംഭവിച്ചത് എന്നതിന്റെ പൂർണ്ണ ചിത്രം ഇപ്പോഴും മെഡിക്കൽ കോളേജ് അധികൃതർ പുറത്തുവിടാത്തതിന് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണോ സിദ്ദീഖ്? അവര് പറഞ്ഞത്, എന്നോട് നേരത്തെ പ്രിൻസിപ്പളോട് സംസാരിച്ചപ്പോ പ്രിൻസിപ്പൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇലക്ട്രിക്കൽ പറഞ്ഞിരിക്കുന്ന ഒരു വിവരമാണ്. അത് സ്കാനിങ് മെഷീൻ അടുത്തുള്ളതായ UPS സംവിധാനത്തിന്റെ അവിടെ ഉണ്ടായിട്ടുള്ള അവിടെ നിന്ന് ആരംഭിച്ചതായിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ള വിവരം പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അതാണ് നമുക്ക് കിട്ടുന്ന പ്രാഥമികമായ വിവരം. ഇപ്പോ അവിടെ KSEBയുടെയും ഫയർഫോഴ്സിന്റെയും ആളുകളുടെ പരിശോധന അവിടെ നടക്കുകയാണ്. ആ പരിശോധനയിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള വിവരം നമുക്ക് പൂർണ്ണ തോതിൽ ലഭ്യമാകും. അത് ലഭ്യമാകുന്നത് വരെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് കരുതുന്നത്. ഏതായാലും ശരി, അങ്ങിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും ശരി, ഇത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതും പിന്നെ എമർജൻസി എക്സിറ്റിലൂടെ പോകാൻ പറ്റിയിരുന്നില്ല എന്നുള്ള വിവരം പറഞ്ഞു. അവിടെ പല സാധനങ്ങളും ഡംപ് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ള ഒരു വിവരവും കേൾക്കുന്നു. ആളുകൾ പലതും അവിടുന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ശരി, തുടക്കത്തിൽ തന്നെ 2-3 പേർ മരിച്ചു എന്ന വിവരങ്ങൾ ഞങ്ങൾക്കും ലഭ്യമായിരുന്നു. പക്ഷേ അത് കാഷ്വാലിറ്റിയാണ്. ഈ വെന്റിലേറ്ററിലൊക്കെ ഈ അത്യാസന്ന നിലയിൽ പ്രവേശിക്കപ്പെട്ടവരുണ്ടാവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മരിച്ചവരല്ല അവരൊന്നും. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കാരണം കൊണ്ട് മരിച്ചതാണെന്നുള്ള വിവരമായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് തിരിച്ചുള്ള വിവരങ്ങൾ വരുമ്പോൾ ഇതിനകത്തൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് ഹോസ്പിറ്റൽ അധികൃതർ തന്നെയാണല്ലോ. എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അത് കളക്ടറോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇതില് ക്ലാരിറ്റി വരുത്തണം. എനിക്ക് എന്റെ മണ്ഡലത്തിലായതുകൊണ്ടും ഞാനത് എന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു പേഷ്യന്റ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ 2ാം വാർഡിൽ മേലെ ആശുപത്രിയിലെ 1-ലോ 2-ലോ ഉണ്ട് എന്നുള്ള വിവരം കേട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോഴാണ് അവർ മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഉള്ളിൽ കയറി ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു. പിന്നെ ഞാൻ ബന്ധുക്കളോട് മുഴുവൻ അവിടുന്ന് സംസാരിച്ചു. ഏറെ നേരം അവരുടെ കൂടെ ചെലവഴിച്ചു അല്പസമയം.